ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എന്നെ കുറുമ്പീസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഡെയിലി വ്ളോഗാണ്. ഇന്ന് എനിക്ക് ജോലിക്ക് പോകണ്ട. ഇന്നപ്പം ഞാൻ വീട്ടിലുണ്ട്. അന്നേരം ഒരു ഡെയിലി വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് സൺഡേ ആണ്. പിന്നെ ഇന്ന് ചിങ്ങം ഒന്നാണ്. ഇത് ചിങ്ങം ഒന്നിന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്. തിരക്കാണ്. തിരക്ക് കൊണ്ട് തന്നെ നമുക്കിത് വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ എടുക്കാനൊക്കെ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇങ്ങനെ നീണ്ടു പോയി ഇത്രയും ദിവസമായി കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് ചായ ഇടുന്ന പരിപാടിയൊക്കെയാണ്. ചിങ്ങം ഒന്നായതുകൊണ്ട് മോളും അഭിരാമിയൊക്കെ അമ്പലത്തിൽ പോകുന്നുണ്ട്. എനിക്ക് പോകാൻ പറ്റിയില്ല. അവർ പോകുന്നുണ്ട്. അഭിരാമിയുടെ അമ്മയും വീട്ടിൽ നിന്നൊക്കെ അവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് അമ്പലത്തിൽ പോവാണ്. അപ്പം ഇന്ന് എനിക്ക് ഓഫ് ഡേ ആണ്. എല്ലാ 4 ഞായറാഴ്ച ഉണ്ടെങ്കിൽ 2 ഞായറാഴ്ച പോകണം. 2 ഞായറാഴ്ചയെ നമുക്ക് അവധി കിട്ടത്തുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ജോലിക്ക് പോകണം. അപ്പോൾ ചിങ്ങമായിട്ട് മലയാളികളുടെ അല്ലെ വത്സരമാണ്. പുതിയ വർഷം തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു തീരുമാനം എടുക്കാം അല്ലേ? പഴയ കാര്യങ്ങളൊക്കെ മറക്കാം. നമുക്ക് നേടാൻ പറ്റാത്തതൊക്കെ പോട്ടെ. ഇനി നാളെ മുതൽ അല്ല ഇന്ന് മുതൽ പുതിയൊരു ദിവസം. പുതിയ പുതിയ നേട്ടങ്ങളും പുതിയ സന്തോഷങ്ങളും കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കെല്ലാവർക്കും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം അല്ലേ? പോയതൊക്കെ പോട്ടെ. ആ രീതിയിൽ നല്ല പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും മുന്നോട്ട് പോകാം അല്ലേ? അപ്പോൾ രാവിലെ അവർ പോയി വരുമ്പോഴേക്കും ഫുഡ് ഉണ്ടാക്കി വെക്കണമായിരുന്നു. അപ്പോൾ രാവിലെ ഇടിയപ്പവും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടിയപ്പവും കടലക്കറിയും പൊന്നൂന്. ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് പാടായതുകൊണ്ട് അതിങ്ങനെ സൺഡേ ഉള്ള ദിവസങ്ങളിലൊക്കെ ഞാനത് എടുക്കത്തുള്ളൂ. അതാകുമ്പോൾ നമുക്ക് സമയം എടുത്ത് ചെയ്യാമല്ലോ. അതുകൊണ്ട് അവർ വരുമ്പോഴേക്ക് ഇടിയപ്പവും കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പരിപാടികളൊക്കെ കേട്ടോ. സാധാരണ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ രാവിലെ ഒരു 5:30 ആകുമ്പോൾ എണീക്കും. വീട്ടിൽ അറിയാലോ എല്ലാ ജോലികളും നമ്മൾ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കണം, ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഉണ്ടാക്കണം, പ്ലസ് വീട്ടിലെ അടിക്കലും തുടയ്ക്കലും അലക്കലും പാത്രം കഴുകലും വെള്ളം കോരലും എല്ലാ ജോലിയും ചെയ്തിട്ട് 9:30 ആകുമ്പോഴേക്കും കടയിൽ ചെല്ലണം. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഫുട്വെയർ ഷോപ്പിലാണ്. അവിടെ ചെല്ലണം. അവിടെ 7 മണി വരെ നിൽക്കണം. അപ്പോൾ അവിടെ ഏകദേശം ചില ദിവസങ്ങൾ തിരക്കുണ്ടാവില്ല, ചില ദിവസങ്ങൾ ഭയങ്കര തിരക്കായിരിക്കും, നമുക്ക് നിൽക്കാൻ പോലും പറ്റില്ല. അതുപോലെ തിരക്കുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞ് 7 മണിക്ക് നമ്മൾ പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും പിന്നെ വൈകിട്ടത്തെ പരിപാടികളാണ്. എല്ലാവർക്കും അറിയാമല്ലോ, വൈകിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നാളത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യണം, കുഞ്ഞിനെ പഠിപ്പിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വൈകിട്ട് അങ്ങനെ പോകും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ജോലിക്ക് പോകുന്ന ദിവസം ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഒരവധി ദിവസങ്ങളിൽ കുറച്ചുകൂടെ ലാഗ് ഉണ്ടാവും. കാരണം നമുക്ക് സമാധാനം ചെയ്താൽ മതിയല്ലോ. റെസ്റ്റ് ചെയ്ത് മറ്റേതെന്ന് പറഞ്ഞാൽ രാവിലെ സ്വിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സ്വിച്ച് നിർത്തുന്നത് ഒരു 9 മണിക്കായിരിക്കും. കുളിക്കാൻ നേരം ആകുമ്പോഴായിരിക്കും ആ സ്വിച്ച് നിർത്തുന്നത്. അതുവരെ അത് ഓൺ ആയിക്കൊണ്ടിരിക്കുക, ഓട്ടമാണ് ഇങ്ങനെ. പക്ഷേ ഞായറാഴ്ചകളിൽ നമുക്ക് സമയമെടുത്ത് സമാധാനം ചെയ്താൽ മതി. കാരണം സമയമുണ്ടല്ലോ. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊരു ലൈഫായിരുന്നു എൻ്റെ. ഇങ്ങനെ ബിസിയാണ്, എന്നും ബിസിയാണ്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഈ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നത് വരെ ഞാൻ എല്ലാ സൺഡേയും പോകുമായിരുന്നു കേട്ടോ. ചില സൺഡേകളിൽ മാത്രമേ ഉള്ളൂ ഞാൻ പോകാത്തത്. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഒരു 2 സൺഡേ ഒക്കെ പോകത്തുള്ളൂ. ബാക്കി 2 സൺഡേ വീഡിയോസ് എടുക്കാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കുന്നത്. അതുവരെ എന്നും പോകുന്നത്. അപ്പം അതുപോലെ തിരക്ക് പിടിച്ച് റെസ്റ്റ് ഇല്ലാത്ത ജീവിതം തന്നെയായിരുന്നു നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ യൂട്യൂബിലൊരു വീഡിയോ ചാനൽ തുടങ്ങണം, വീഡിയോ ഇടണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ തോന്നിയത്. അപ്പം മോൾക്കും ഇഷ്ടമാണ് ഡാൻസ് കളിക്കാനൊക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ അവളുടെ വീഡിയോസൊക്കെ ഇടാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തുടങ്ങിയതാണ്. അന്നേരം അതിൻ്റെ ഇടയിൽ ഈ ഈ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു രീതിയിൽ പോകുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്ന് പറയുമ്പം എന്തോരം കഷ്ടപ്പാടുണ്ട്. വീഡിയോ എടുക്കണം, അത് എഡിറ്റ് ചെയ്യണം, വോയിസ് ഓവർ എടുക്കണം അല്ലേ? അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടുകൾ കഴിഞ്ഞിട്ടാണ് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ചിലപ്പോൾ 1 മണിക്കൂർ സാധനമായിരിക്കും എഡിറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റിലാക്കിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എന്തുമാത്രം കഷ്ടപ്പാടുണ്ട്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ തിരക്കിനിടയിൽ കൂടെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ യൂട്യൂബേഴ്സും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം യൂട്യൂബിനെ കുറിച്ചൊക്കെ ഇങ്ങനെ അറിഞ്ഞ സമയത്ത് നമ്മൾ വിചാരിച്ചത് ഭയങ്കര ഈസിയാണിത്, വീഡിയോ എടുക്കാം, പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം, അപ്പം തന്നെ സബ് കൂടുന്നു, വാച്ച് അവർ കൂടുന്നു, അങ്ങനെയുള്ളൊരു ചിന്തയായിരുന്നു. ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് യൂട്യൂബിൽ വരുന്നത് തന്നെ. പക്ഷേ ഇതിൽ വന്നതിന് ശേഷമാണ് മനസ്സിലായത് നമുക്കൊന്നും അറിയില്ല എന്നുള്ള കാര്യം. പിന്നെ സാബ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റിയത്. അതുവഴി എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി. അവർ വഴി എനിക്കറിയുന്നത് അവർക്കും അവർക്കറിയണം ഞാനും മനസ്സിലാക്കി. അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചെടുത്തപ്പോഴാണ് ഇത് ഭയങ്കര ഈസി അല്ല, ഇത് ഭയങ്കര
കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യമാണെന്ന് മനസ്സിലായത്. അപ്പം എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമാണല്ലോ എന്ന് വെച്ചിട്ട് നമ്മളിതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിന് സബ്സ്ക്രൈബേഴ്സ് കയറുമ്പോഴേക്കും ഇന്നൊരു 5 എണ്ണം കയറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നാളത്തേക്ക് അത് പിന്നെയും കുറയും. അതുപോലെ വാച്ച് അവർ 4000 വാച്ച് അവർ വേണം. വാച്ച് അവർ ഒന്നും ആയിട്ടില്ല ഇതുവരെ. നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പം 3 മാസമായി. ഒരു വർഷം കൊണ്ട് 4000 വാച്ച് അവർ വേണം. ഇപ്പം തന്നെ 3 മാസമായി. വാച്ച് അവർ ഒന്നൊന്നും ആയിട്ടില്ല. കൂട്ടത്തിൽ സബ് 1000 വേണം. ആ സബിനകത്ത് നിന്ന് സബ് കയറും, എന്നിട്ട് സബ് പിന്നെയും തിരിച്ചിറങ്ങും. അങ്ങനെ വരുമ്പോഴേക്കും ശരിക്കും ഭയങ്കര സങ്കടം തോന്നാൻ തുടങ്ങി. കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത്രയും തിരക്കിനിടയിൽ, കാരണം നല്ല ബിസി ഉള്ള ദിവസങ്ങളാണ് എന്നും. അതിൻ്റെ ഇടയിൽ നമ്മൾ സമയം കണ്ടെത്തിയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടും നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നില്ല, വാച്ച് അവർ കയറുന്നില്ല, സബ് കുറയുന്നു. നമ്മൾ ആഗ്രഹിച്ച രീതിയിലോട്ട് കാര്യങ്ങൾ വരാണ്ടാവുമ്പോൾ സത്യമായിട്ട് ആലോചിച്ചിട്ടുണ്ട്, ഇതെല്ലാം അവസാനിപ്പിച്ചാലോ, എല്ലാം അവസാനിപ്പിച്ചിട്ട് വേണ്ട പഴയ പോലെ തന്നെ ആയിട്ട് ആ രീതിയിൽ പോയാലോന്ന് അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ അപ്പോഴും അങ്ങനെ ആലോചിച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ വിചാരിക്കും, അയ്യോ വേണ്ട. നമ്മളിവിടം വരെ എത്തിയില്ലേ. ഇവിടം വരെ എത്തി. എനിക്ക് ഒരു 317 സബ്ബുണ്ട്. അത്രയും പേര് എൻ്റെ വീഡിയോ കണ്ട് എന്നെ ഇഷ്ടപ്പെട്ടിട്ട് വന്നവരല്ലേ. അപ്പം അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം തന്നെയാണല്ലോ. അതുപോലെ എനിക്ക് കിട്ടിയ വാച്ച് അവർ. അപ്പം നമ്മൾ തോറ്റെന്ന് പറഞ്ഞ് പിന്മാറാതെ മുന്നോട്ട് തന്നെ വെച്ച കാല് മുന്നോട്ട് തന്നെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എന്താണേലും എനിക്കൊരു വിജയം ഉണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് കിട്ടുമെന്നുള്ളൊരു വിശ്വാസം തൊട്ടടുത്ത നിമിഷം തന്നെ വരും. അപ്പം നമ്മൾ പിന്നെയും പോസിറ്റീവായിട്ട് ചിന്തിക്കും, വേണ്ട എനിക്ക് വീഡിയോ ചെയ്യണം, എനിക്ക് സക്സസ് ആവണം എന്നുള്ളൊരു തോന്നൽ പിന്നെയും വരും. അങ്ങനെ വരുമ്പോൾ പിന്നെയും നമ്മൾ ഓക്കെ, കുറച്ച് മുമ്പ് എല്ലാം അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ അപ്പം തന്നെ മറന്നിട്ട് പിന്നെയും കറങ്ങാൻ തുടങ്ങും ആ രീതിയിൽ. അങ്ങനെയാണ് ഞാനിത് പറഞ്ഞത്. ഇതിപ്പം ഡെയിലി വ്ലോഗാണ്. ഇതിനകത്ത് സംഭവിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പം കുറേ ദിവസമായിട്ട് മനസ്സിലിങ്ങനെ പറയണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെയാണിപ്പം ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞത് കേട്ടോ. കാരണം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറഞ്ഞപ്പം ആദ്യം നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് ഭയങ്കര ഈസിയാണെന്നാണ്. പക്ഷെ അത് അത്ര വലിയ ഈസിയൊന്നുമല്ല. നല്ല ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടാസ്കിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറപ്പുണ്ട്, വിജയിക്കുമെന്ന് ഉറപ്പുണ്ട്. പക്ഷെ എന്നറിയില്ല. എന്നാലും ആ വിജയം നോക്കി ഇരിക്കുകയാണ് ഞങ്ങളെല്ലാവരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അവിടെ മഴയൊക്കെ ഉണ്ടോ? ഞങ്ങൾക്ക് ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമേ. ഞാൻ മുറ്റം തൂത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നല്ല അടിപൊളി മഴ വന്നു. അത് പകുതിയാക്കിയിട്ട് വെച്ചിട്ട് പിന്നെ അകത്ത് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞ് പിന്നെ മഴ തോർന്നതിന് ശേഷമാണ് ബാക്കി മുറ്റം തൂക്കുന്നതൊക്കെ. ഓരോ ജോലി വെളിയിലത്തെ ചെയ്യുമ്പം അത് തുടങ്ങി വയ്ക്കുമ്പോഴേക്കും മഴ വരും. മഴ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ആ മഴ തോർന്നിട്ടാണ് ചെയ്യുന്നത്. കാരണം അതുപോലെ മഴയുണ്ടായിരുന്നു. നിങ്ങൾക്ക് മഴയുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ അതുപോലെ പിന്നെ എന്താ പറയണ്ടേ, മോൾക്ക് പരീക്ഷയാണ്. ഇതിപ്പം ഞായറാഴ്ചയല്ലേ ഇരിക്കുന്നത്, തിങ്കളാഴ്ച പരീക്ഷയാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ അവൾ പഠിക്കുന്നുണ്ട്. ഇടയ്ക്ക് അവളെ പഠിപ്പിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. അവൾ പഠിച്ചിട്ട് ചോദിക്കാൻ പറയും. അപ്പം ഞാനത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. കണ്ടോ മഴയാണ്, നല്ല മഴയായിരുന്നു കേട്ടോ. അവിടെ മുറ്റം തൂത്ത് പകുതിയാക്കിയിട്ടിരിക്കുന്നത് കണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓണപ്പരീക്ഷയാണ് മോൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ടെൻഷൻ എനിക്കുണ്ട്. അവർക്ക് എത്ര പേർക്ക് അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്കുണ്ടല്ലോ, അവൾക്കാണ് പരീക്ഷയെങ്കിലും ടെൻഷൻ മൊത്തം എനിക്കാണ്. പരീക്ഷ തുടങ്ങിയിട്ട് പരീക്ഷ അവസാനിക്കുന്ന വരെ ടെൻഷനാണ് എനിക്ക്. അതെന്താണെന്നറിയില്ല. ഇങ്ങനെ എത്ര വിചാരിച്ചാലും എനിക്ക് ടെൻഷനാണ്. അവളുടെ അച്ഛനും അവൾ അത്രയും ടെൻഷനില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അതിൻ്റെ ഇടയിൽ ഉണ്ട് എന്നെ വന്ന് സ്നേഹിക്കുന്നതാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട് പരീക്ഷയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ കേട്ടോ. അപ്പം നിങ്ങൾക്കും അങ്ങനെയാണോ എന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ മക്കൾക്ക് അങ്ങനെ പരീക്ഷ ടൈമിൽ അമ്മമാർക്കാണ് ടെൻഷൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ എന്ന് പറയണം കേട്ടോ. പിന്നെ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണോ? ഞങ്ങൾ വീഡിയോസ് ചെയ്യുന്നതൊക്കെ കറക്റ്റായിട്ടാണോ ചെയ്യുന്നത്? ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തുടങ്ങിയിട്ടൊരു 3 മാസം ആയതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ എല്ലാവരും വീഡിയോ എടുക്കുന്നത് എന്നൊന്നും അറിയില്ല. പിന്നെ നമുക്കറിയുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളെ സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഞങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അതൊക്കെ കമൻ്റായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന വീഡിയോസ് നിങ്ങൾ ചെയ്യണം, ഇങ്ങനത്തെ നിങ്ങളുടെ കാണാൻ ആഗ്രഹമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് കമൻ്റ് അയച്ച് പറയണം. ഇനിയിപ്പോൾ എൻ്റെ മക്കളുടെ അവരുടെ ആണെങ്കിൽ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം കാണുമല്ലോ. നമ്മൾ പല പല ചലഞ്ചേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഗെയിംസ് ആയിട്ടൊക്കെ. അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ, കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞങ്ങൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ഓണത്തിന് ഞങ്ങൾ നാട്ടിലൊക്കെ പോകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള വീഡിയോസൊക്കെ, ട്രാവൽ വീഡിയോസൊക്കെ ഞങ്ങൾ എടുക്കുന്നുണ്ട്.
പിന്നെ മോളുടെ ഒരു ഫോട്ടോഷൂട്ട് അവിടെ പോയിട്ട് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് പറ്റുവാണെങ്കിൽ. കാരണം ചേട്ടൻ്റെ അനിയൻ ഒരു വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറൊക്കെയാണ്. അപ്പം നമുക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റും. അപ്പം ഞങ്ങൾ നാട്ടിൽ പോകുമ്പം കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അവളുടെ. അപ്പം അങ്ങനെയുള്ളതൊക്കെ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓണമൊക്കെ എവിടം വരെയായി? എല്ലാവരും ഓണത്തിൻ്റെ പർച്ചേസിങ്ങും ഓണത്തിൻ്റെ ആഘോഷങ്ങൾക്കൊക്കെ തുടക്കമൊക്കെ ആയി തുടങ്ങിയോ എല്ലാവർക്കും? ഞാനിപ്പോൾ ഇത് ചിങ്ങം 1-നാണ് ഈ വീഡിയോ എടുക്കുന്നതെങ്കിലും അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ്. 1-2 ആഴ്ചകൾക്ക് ശേഷമാണെന്ന് തോന്നുന്നത് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാട്ടോ ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇത് മോളുടെ ഒരു പാവയാണേ. 2 എണ്ണം ഉണ്ടായിരുന്നു കണ്ടോ ആ കയ്യിലിരിക്കുന്നത്. രണ്ടും കീറി വെച്ചേക്കുവാ. അപ്പം നമ്മളിങ്ങനെ വീട്ടിലിരിക്കുന്ന സമയങ്ങളിലാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അവസരം കിട്ടത്തുള്ളൂ. അല്ലാതെ ഡെയിലി പോയി വരുന്ന സമയത്ത് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ യൂട്യൂബിൻ്റെ കാര്യങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് അതും വരും. അപ്പോൾ അങ്ങനെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് എക്സ്ട്രാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. പിന്നെ എല്ലാം ഒന്നും നമുക്കിതിനകത്ത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. എല്ലാം ഇങ്ങനെ ചിലപ്പോൾ ഫോൺ എടുക്കുമ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആക്കുമ്പം അങ്ങനെ എടുക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എടുക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. കൂട്ടത്തിൽ കുളിക്കാൻ വേണ്ടി ടാറ്റയും പറഞ്ഞിട്ട് പോയവളാണ്. ബാത്റൂമിൽ കയറി കഴിഞ്ഞപ്പോഴാണ് മഴ വരുന്നുണ്ട്. പിന്നെ ഓടി വന്നിട്ട് മൂന്നും കൂടെ മഴയത്ത് ഭയങ്കര കളിയായിരുന്നു. ഞാൻ പിന്നെ എൻ്റെ ഒരു ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വീഡിയോയിൽ. ആ മഴയത്ത് കിടന്ന് മൂന്നും കളിയാണ്. ഭയങ്കര കളിയാ. അന്നേരം ചേട്ടൻ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഷോർട്സ് കണ്ടിട്ട്. കളിച്ചോ കളിച്ചോ പനി വരുമ്പോൾ അന്നേരം പറയാന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി ഞങ്ങൾക്കൊരു ബർത്ത്ഡേ ഉണ്ടായിരുന്നേ വൈകിട്ട്. അപ്പം ഞങ്ങൾ അതിന് പോവുകയാണ്. ബർത്ത്ഡേ വ്ളോഗ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലെങ്തി ആയിപ്പോവും. അപ്പം നിങ്ങൾക്ക് ഭയങ്കര ബോറാവും. അതുകൊണ്ട് ബർത്ത്ഡേ വ്ളോഗ് ഞങ്ങൾ അടുത്ത ഒരു വ്ളോഗായിട്ട് ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.